ഞാനിന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു പണിത്തിരക്കിലാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്, പൊട്ടറ്റോ മെഴുക്കുവരട്ടി. അപ്പോൾ അത് സ്മോൾ കഷ്ണമാക്കിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ അങ്ങോട്ട് മുറിക്കുക. നീളത്തിൽ മുറിക്കുമ്പം എന്താ പറയുക, പ്രത്യേക ടേസ്റ്റാണ്. അല്ലാണ്ട് ചെറിയ കഷ്ണമാക്കണ്ട, അത്യാവശ്യം വലുപ്പത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഉള്ളി കുറച്ച് വലുപ്പത്തിലാക്കിയിട്ട് ചോപ്പറിലിട്ടിട്ട് ചെറുതാക്കി അരിയാനായിട്ടാണ് ഞാൻ ഇത്ര മുഴുപ്പിൽ ഇത്ര വലിയ കഷ്ണമാക്കിയിട്ട് അരിഞ്ഞെടുത്തത്. എന്നിട്ട് ഞാനത് ചോപ്പറിലിട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ അതെന്താകും, പെട്ടെന്ന് കുഞ്ഞിതായിട്ട് അരിഞ്ഞ് കിട്ടും, എളുപ്പമുണ്ട്. ഞാനെല്ലാം കൂടി ഇട്ടിട്ട് അടുപ്പ് വെച്ച് അടച്ചിട്ട് പ്രസ് ചെയ്തിട്ട് അനങ്ങുന്നില്ല. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം അതങ്ങ് റെഡിയായി. അങ്ങനെ അത് കുഞ്ഞി കഷ്ണമായിട്ട് ചോപ്പറിൽ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ പീസായിട്ട് കിട്ടും കേട്ടോ, നമുക്ക് എളുപ്പമുണ്ട്. ഞാനിപ്പോൾ ദുബായിലാണുള്ളത്. ഞാനൊരു ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിസിറ്റിങ്ങിന് വന്നതാണ്, ജോബ് സെർച്ചിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ചേച്ചീൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നോക്കുമ്പം കറി ഞാൻ വെക്കണമല്ലോ. അപ്പം ഞാൻ പെട്ടെന്നൊരു കറി വെക്കാൻ വിചാരിച്ചിട്ട് പൊട്ടറ്റോ മെഴുക്കുവരട്ടി, അല്ലെങ്കിൽ പൊട്ടറ്റോ ഫ്രൈ എന്നൊക്കെ പറയാം, പൊട്ടറ്റോ മെഴുക്കുവരട്ടി നോക്കിയത് ഉണ്ടാക്കാനായിട്ട്. വെളുത്തുള്ളി നന്നായിട്ട് വേണം, ഉള്ളിനേക്കാൾ കൂടുതൽ വെളുത്തുള്ളി വേണം പൊട്ടറ്റോ മെഴുക്കുവരട്ടിക്ക്. ബിക്കോസ് പൊട്ടറ്റോയ്ക്ക് ഗ്യാസ് ഉണ്ടാവും നമുക്ക്, അതുകൊണ്ട് വെളുത്തുള്ളി നന്നായിട്ട് വേണം. അപ്പോൾ വെളുത്തുള്ളി ചതച്ചിടുന്നതാണ് നല്ലത്, പക്ഷെ ചതയ്ക്കുന്ന സാധനം ഇവിടെ ഇല്ല. അപ്പോൾ ഞാൻ എന്താക്കി, അത് പൊളിച്ചിട്ട് അരിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് എണ്ണയിലിട്ടാൽ മതി. ഞാൻ കുഞ്ഞു പീസായിട്ട് അരിഞ്ഞു വെച്ചു, പൊട്ടറ്റോ അരിഞ്ഞു വെച്ചു, ഉള്ളി അരിഞ്ഞു വെച്ചു. നമുക്കത് കുക്ക് ചെയ്യാം. ഒരു പാനിലോട്ട് അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ വേണം, ഇതിനകത്ത് വെള്ളം ഒഴിക്കില്ല നമ്മൾ. അപ്പോൾ നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ വെക്കണം, വെളിച്ചെണ്ണയിൽ കിടന്ന് വേണം ഇത് വേവാനായിട്ട്. എന്നിട്ട് കടുകൊന്നും പൊട്ടിക്കണ്ട, ജസ്റ്റ് വെളുത്തുള്ളി മൂപ്പിച്ചെടുത്താൽ മതി. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് തന്നെ ഉള്ളി വേവണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ ഇത് ഇളക്കി ഉള്ളി വഴറ്റി എടുക്കണം. ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് മുരിഞ്ഞ് വഴന്ന് വരണം. അപ്പോഴാണ് ഞാൻ കരിയാപ്പില ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. വേഗം ഫ്രിഡ്ജിൽ പോയി കരിയാപ്പില എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഞാൻ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. നല്ല ടേസ്റ്റാട്ടോ കറിക്ക്. നമുക്ക് ചോറും ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, ദോശേൻ്റെ കൂടെ കഴിക്കാം, എന്തിൻ്റെ കൂടെയും കറി പോകും. അതുകൊണ്ട് കുറച്ചധികം ഉണ്ടാക്കി ചിന്തിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചധികം ഉണ്ടാക്കും, എന്നിട്ട് വൈകുന്നേരം കൂടെ കഴിക്കും. നന്നായിട്ട് വേറെ ഇത് ഉണ്ടാക്കാൻ ഒരുപാട് സാധനം വേണ്ട, എളുപ്പമാണ്. പൊട്ടറ്റോയും വെളുത്തുള്ളിയും ഉള്ളിയും ഇച്ചിരി കറിവേപ്പില ഇച്ചിരി ഉപ്പും പിന്നെ കുറച്ച് മസാലയും. അപ്പം നമുക്ക് മുളക് പൊടി വേണം, ഗരം മസാല വേണം, മഞ്ഞൾപ്പൊടി വേണം, ഇത്രയും സാധനം നമുക്ക് വേണം. അപ്പം മുളക് പൊടിയായി, മഞ്ഞൾപ്പൊടിയായി, ഗരം മസാലയായി. ഗരം മസാലയൊക്കെ കുറച്ച് മതി, മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി. ഇനിയിപ്പം എരിവ് കുറേ വേണ്ടവരാണെങ്കിൽ മുളക് പൊടിയൊക്കെ അത്യാവശ്യം കിട്ടും. എനിക്ക് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടുള്ളൂ, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഗരം മസാല ഇട്ടു. ഗരം മസാല ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. ഗരം മസാല ഇല്ലെങ്കിൽ നമുക്ക് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലുമൊക്കെ ഇടാം, പക്ഷേ ഗരം മസാല ഇടുമ്പോഴാണ് ഒരു വേറൊരു ടേസ്റ്റ്. ഇട്ടിട്ട് നന്നായിട്ട് മസാലയൊക്കെ ചൂടാവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വരണം. നന്നായിട്ട് ഇളക്കി മസാലേൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോയും ഇതുപോലെ നന്നായി ഇളക്കി, ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ വേണം പൊട്ടറ്റോ നമുക്ക് കറി വെക്കാനായിട്ട്. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഫുള്ള് പോകും. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചാൽ അതിനകത്ത് എണ്ണ കിടന്നൊക്കെ വെന്തോളും. അത് മുരിഞ്ഞ് വേഗം നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പൊട്ടറ്റോ ഇട്ട് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ആ മണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ചോറ് വയ്ക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇളക്കി മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇളക്കി വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. ഇവിടെ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാനത് കുറച്ചിലായുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വെയിൽ ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഉള്ളവർ പറയുന്നത് ഇവിടെ വെയിൽ ഇപ്പോൾ കുറവാണെന്നാണ്. 35-40 ഇവിടെ. നമ്മുടെ നാട്ടിൽ 40 എന്നൊക്കെ പറയും, നമ്മൾ പുറത്തിറങ്ങുമല്ലോ. ഇവിടെ 35-40 ഇപ്പോൾ, ഇത് കുറവാണ്. ഞാൻ നിൽക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്, ചേച്ചീൻ്റെ കൂടെ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡുള്ള ഫ്ലാറ്റാണ്. ഇത് പഴയ ദുബായാണ്. കുറച്ച് വേറെ കാണുന്ന പുതിയ ബിൽഡിങ്സില്ലേ, അതാണ് പുതിയ ദുബായ് എന്നൊക്കെ പറയാം. അപ്പോൾ നല്ല വെയിലാണ്, പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് തോന്നത്തില്ല. പിന്നെ ഇവിടെ ഉള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴൊക്കെ സിമിലർ ആവും, നമുക്ക് പരിചയമായി കഴിയുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇവിടെ സമയത്തിനാണെന്ന് അറിയുമോ, 2-3 മണിയാവാനായി. ഫുഡ് കഴിക്കണമല്ലോ എന്ന് ഓർത്ത് വിശന്നപ്പോഴാണ് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോയത്. പിന്നെ തോരൻ വെച്ച് ചോറുണ്ടാക്കി, മുട്ട പൊരിച്ച്, ഇച്ചിരി കേടിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, അതും കൂടെ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ എൻ്റെ ഉച്ചയ്ക്കത്തെ ലഞ്ച് റെഡിയായി ഗൈസ്. മുട്ട പൊരിച്ചതും തോരനും ചോറും. നല്ല കറി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് ഞാൻ പറയില്ല, നല്ല കറിയാണ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യും നല്ലതാണോ എന്ന്. അപ്പോൾ കുറച്ച് മോരും കൂടെ എടുത്തിട്ട് മോരും കൂടെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാം. എൻ്റെ കിഴങ്ങ് മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പി, ഈസി ടേസ്റ്റി അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കഴിച്ച് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവ്
കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ തട്ടിയിട്ട് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കിഴങ്ങ് മെഴുക്ക് വരട്ടി ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.